ഇപ്പൊ ഞാന് ഇന്നലെ കാസർഗോഡ് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അയ്യപ്പന്മാർ. പ്രസാദേട്ടൻ മലയ്ക്ക് പോയിട്ടുണ്ടോ? ഈ വർഷം പോയി. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ മലയ്ക്ക് പോയിട്ട് ഈ കാല് പൊട്ടിയിട്ട് വെള്ള തുണി വെച്ചിട്ട്, ഇതുപോലത്തെ വെള്ള തുണി വെച്ചിട്ട് കാല് കെട്ടിയിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അവരോട് നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കി. അപ്പൊ മലയാളം അറിയുന്നവരൊന്നല്ല, ഒരു കർണാടകയിൽ നിന്ന് വരെയാണ്. കർണാടകയിൽ നിന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോവാണ്? മലയ്ക്ക് പോവാണ്. അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യിൽ ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡോ ഒക്കെ ഉണ്ടാകുന്ന നോക്കിയത്. കാരണം എന്താ, നമുക്കിതേ അറിയുള്ളൂ. നമ്മളൊന്ന് മക്കത്ത് പോയാൽ നമ്മൾ അപ്പോഴും തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഹറമിൽ എത്തിയിട്ടുണ്ട്, ജിദ്ദയിൽ എത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ. ഒരയ്യപ്പനും ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്, ഹലോ ഗൈസ് ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ടെന്ന് ഒരയ്യപ്പനും പറഞ്ഞിട്ടില്ല. ഞാൻ വാവര് പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല. അവരുടെ പോക്കും അവരുടെ വസ്ത്രവും അവരുടെ തലയിലിരിക്കുന്ന ആ ഇരുമുടിക്കെട്ടും ഒക്കെ കണ്ടാൽ സത്യത്തില് നമ്മുടെ ചെറുപ്പക്കാരോട് അവരെ മുമ്പ് നിർത്തിയിട്ട് കുറച്ച് വാത് പറയാൻ തോന്നിപ്പോയി. നമുക്കെല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിച്ച് പെരുമ നടിച്ച് നശിപ്പിക്കലാണ് നമ്മുടെ ആഗ്രഹം. സത്യത്തിൽ അവരോട്